അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കശ്മീരിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ CRPF, CAPF സേനാംഗങ്ങളുമായി വിശദമായി സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും വെടിവെപ്പ് നടന്ന സാംബ മേഖലയിലെത്തിയ അദ്ദേഹം അതിർത്തി സേനയ്ക്ക് രാജ്യത്തിന്റെ പിന്തുണ അറിയിച്ചു. രാജ്യത്തിനെതിരായ വെല്ലുവിളികൾ നേരിടുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. CAPF സേനയ്ക്ക് കൂടി വിമുക്ത ഭടന്മാരുടെ ആനുകൂല്യം നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി പ്രകോപനമുണ്ടായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സംഭവത്തെ അപലപിച്ചിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി കരസേനാ മേധാവി ബിക്രം സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രിയുടെ അതിർത്തി സന്ദർശനം. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുല്ലയും അതിർത്തി പ്രശ്നങ്ങളിൽ കേന്ദ്രം ഇടപെടണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഈ വർഷം മാത്രം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് 200 വെടിനിർത്തൽ ലംഘനങ്ങളുണ്ടായതായി ഷിൻഡെ സ്ഥിരീകരിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ടുമുമ്പും ആർഎസ്പുര മേഖലയിലെ അബ്ദുല്ലൈൻ സെക്ടറിൽ BSF പോസ്റ്റിനു നേരെ വെടിവെപ്പ് നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ മാസം 5 പോലീസുകാർ കൊല്ലപ്പെട്ട കത്വ ജില്ലയിലെ ഹിരാനഗർ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുന്ന ഷിൻഡെ ജമ്മുവിൽ വിവിധ വിഭാഗം കമാൻഡോകളുടെ സംയുക്ത യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. മീഡിയ 1 ന്യൂഡൽഹി.